ഭാരതത്തിന്റെ ഗ്രാമീണ മേഖലയെ വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ വിപ്ലവകരമായ മാറ്റങ്ങളുമായി കേന്ദ്ര സർക്കാർ. UPA സർക്കാരിന്റെ കാലത്തെ അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിയ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി മോദി സർക്കാർ കൊണ്ടുവന്ന മറ്റൊരു പദ്ധതിയുണ്ട്. അതായത് VBG റാംജി, അതായത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ. ആ പദ്ധതി ഉടൻ നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ സുതാര്യത ഉറപ്പാക്കാനും അഴിമതി തുടച്ചു നീക്കാനും ആധുനിക സാങ്കേതിക വിദ്യയായ GPS അധിഷ്ഠിത നിരീക്ഷണം നിർബന്ധമാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. പണ്ടൊക്കെ ഈ തൊഴിലുറപ്പിൽ ജോലി ചെയ്യുന്ന ആളുകളെയൊക്കെ കൊണ്ടാണ് ഈ CPM-ഉം അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ നേതാക്കളും അവരുടെ രാഷ്ട്രീയ പരിപാടിക്കായി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതായത് തൊഴിലുറപ്പ് ജോലി ചെയ്യുന്നവർ രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ അവരെ ജീവിക്കാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് അന്നത്തെ കൂലി തരില്ല എന്നൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടൊക്കെ ആണ് ഈ പരിപാടി നടത്തിക്കൊണ്ടിരുന്നത്. കൂടുതലായിട്ടും CPM നേതാക്കളാണ് ഈ തൊഴിലുറപ്പിൽ ജോലി ചെയ്യുന്നവരെയൊക്കെ പിടിച്ചുകൊണ്ട് നേരെ ഏതെങ്കിലുമൊക്കെ മന്ത്രിമാരുടെയൊക്കെ, അതായത് CPM-ലെ തന്നെ പരിപാടികളിൽ പിടിച്ച് കസേര നിറപ്പിക്കാനായിട്ട് ഇരുത്തുന്നത്. എന്നാൽ ഇനിയിപ്പോൾ ആ പരിപാടി ഇതിൽ നടക്കില്ല. കാരണം ഇനി പൂർണ്ണമായി GPS-ന്റെ അധിഷ്ഠിതയിലായിരിക്കും, GPS-ന്റെ നിയന്ത്രണത്തിലായിരിക്കും ഇവർ ജോലി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ കർശനമായ ഒരു മോണിറ്ററിംഗ് സംവിധാനം കേന്ദ്ര സർക്കാർ നടത്താനായിട്ട് പോവുകയാണ്. രാജ്യത്തിന്റെ വികസിത കുതിപ്പിന് ഗ്രാമീണ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനോടൊപ്പം അവരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യബോധത്തോടെയാണ് പുതിയ ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ 100 ദിവസമായിരുന്ന തൊഴിൽ ഗ്യാരണ്ടി ഇനി മുതൽ 125 ദിവസമായി വരും. ഇതോടെ ഗ്രാമീണ കുടുംബാംഗങ്ങൾക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കാൻ സാധിക്കും. കൂടാതെ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന വേതനത്തിൽ ഗണ്യമായ വർധനവും പുതിയ പരിഷ്കാരത്തിലൂടെ കേന്ദ്രം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ജോലി പൂർത്തിയാക്കി 15 ദിവസത്തിനകം പണം ബാങ്ക് അക്കൗണ്ടുകളിൽ നേരിട്ട് എത്തുമെന്ന ഉറപ്പ്, അത് കർശനമായി ഉറപ്പുവരുത്താൻ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പദ്ധതിയിൽ കൃത്യമായ നിരീക്ഷണം ഉറപ്പാക്കാൻ VBG റാംജിയിൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. ജോലി നടക്കുന്ന സ്ഥലങ്ങളിൽ GPS അധിഷ്ഠിത ട്രാക്കിങ്ങും ബയോമെട്രിക് ഹാജറും ഏർപ്പെടുത്തുന്നതോടെ വ്യാജ മസ്റ്റർ റോളുകൾ ഉപയോഗിച്ച് പണം തട്ടുന്ന ഈ തട്ടിപ്പ് സംഘങ്ങൾക്ക് ഇതൊരു കനത്ത തിരിച്ചടിയായി മാറും. യഥാർത്ഥ തൊഴിലാളികൾക്ക് അർഹമായ കൂലി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വെള്ളപ്പൊക്കം, വരൾച്ച തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങളെ നേരിടാനുള്ള ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഈ പദ്ധതിയിൽ മുൻഗണന നൽകും. ഭാരതത്തെ 2047 വികസിത രാഷ്ട്രമാക്കുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായാണ് ഈ പദ്ധതി. കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ വൻ തുകയാണ് ഈ പദ്ധതിക്കായി, അതായത് ഗ്രാമീണ തൊഴിൽ മേഖലയ്ക്കായി മാറ്റിവെച്ചിട്ടുള്ളത്. സംസ്ഥാനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ ഗ്രാമപഞ്ചായത്തുകൾക്ക് കൂടുതൽ സ്വയംഭരണാധികാരവും വികസനത്തിൽ പങ്കാളിത്തവും ലഭിക്കും. ഭാരതീയതും അതോടൊപ്പം തന്നെ വികസനവും ഒരുപോലെ കോർത്തിണക്കി VBG റാംജി ഗ്രാമീണ മേഖലയുടെ മുഖച്ഛായ മാറ്റുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വനിതാ സംവരണം വേഗത്തിലാക്കാനുള്ള നീക്കം പാളിയതിനു പിന്നാലെയാണ് പേരുമാറ്റത്തിലൂടെ വിവാദമായ VBG റാംജി ഉടൻ ആരംഭിക്കാൻ പോകുന്നതെന്നും അതീവ ശ്രദ്ധേയമാണ്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ നിന്ന് ഗാന്ധിജിയെ ഒഴിവാക്കിയതിനോടൊപ്പം കേന്ദ്ര വിഹിതം 90% നിന്ന് 60% കുറച്ചതും VBG റാംജി പദ്ധതിയെ വിവാദത്തിലായെത്തിയിട്ടുണ്ട്. എന്നാൽ തൊഴിൽ ലഭ്യതയ്ക്കൊപ്പം കൂലി വർധനവ് കൂടി നടപ്പാക്കിക്കൊണ്ട് ഈ ഒരു എതിർപ്പിനെ മറികടക്കാനാണ് കേന്ദ്രം കണക്കുകൂട്ടുന്നത്. VBG റാംജി പദ്ധതിക്ക് പോർട്ടൽ വരുന്നതോടെ തൊഴിലാളികൾക്ക് നേരിട്ടോ മറ്റ് എവിടെയെങ്കിലും അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായത്താലോ എവിടെ ഇരുന്ന് വേണമെങ്കിലും പേര് രജിസ്റ്റർ ചെയ്ത് തൊഴിൽ ആവശ്യപ്പെടാം എന്നുള്ളതാണ് വലിയ നേട്ടമായി ഇതിൽ കാണുന്നത്. ഉദാഹരണത്തിന്, ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് അടുത്ത 2 മാസം സ്വന്തം നാട്ടിൽ ജോലി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇക്കാര്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം. അതുപോലെ ജോലി നടന്നതായി കടലാസിൽ മാത്രം കാണിച്ച് പണം തേടിയെടുക്കുന്ന അല്ലെങ്കിൽ പണം നേടിയെടുക്കുന്ന കാര്യക്ഷമമായി അതിനെ തടയാനാണ് GPS സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിലൂടെ ജോലി ചെയ്ത സ്ഥലം GPS ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് ഉറപ്പാക്കാനാകും. പദ്ധതി തുടങ്ങുന്നതിനെ സംബന്ധിച്ച് 2 വിജ്ഞാപനങ്ങൾ വൈകാതെ ഇറങ്ങുമെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത്. പദ്ധതി എപ്പോൾ തുടങ്ങുമെന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങളാകും ഒന്നുമില്ലെങ്കിൽ നടപ്പാക്കുന്ന രീതി എങ്ങനെയാകും, അല്ലെങ്കിൽ മറ്റും 2ാമത്തെ വിജ്ഞാപനത്തിലാകും കൂടുതലായി വിശദമായ ഒരു വിജ്ഞാപനം പുറത്തിറക്കാൻ പോകുന്നത്. VBG റാംജി നിയമം കഴിഞ്ഞ ഡിസംബറിൽ കൊണ്ടുവന്നെങ്കിലും പഴയ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോഴും തുടരുകയാണ്. ഇക്കഴിഞ്ഞ ബഡ്ജറ്റിൽ VBG റാംജിക്ക് 96,000 കോടി നീക്കിവെച്ചപ്പോൾ തൊഴിലുറപ്പിന് 30,000 കോടിയും വക മാറ്റിവെച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിൽ ഈ തുക കൂടി
VBG റാംജിയിലേക്ക് മാറ്റാനാണ് കേന്ദ്രത്തിന്റെ ഒരു നിർണായകമായ നീക്കം. VBG റാംജി നടപ്പാക്കുന്നതോടെ തൊഴിലുറപ്പ് പദ്ധതി എന്നേക്കുമായി നിർത്തലാക്കും.